നമ്മളെ എതിർക്കുന്നവരെയും ഉപദ്രവിക്കുന്നവരെയും പരിഹസിക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും നമുക്ക് ചുറ്റും ദൈവം കൊണ്ട് നിർത്തും. എന്നിട്ട് ദൈവം പറയും, എൻ്റെ ഈ മകൻ, എൻ്റെ ഈ മകൾ സ്നേഹത്തിൽ വളരുന്നത് കണ്ടോ. ഇതാണ് ഈ പുസ്തകം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. ഈ ഭൂമിയിൽ ഒരു ഭക്തൻ വളരണമെങ്കിൽ, ദൈവത്തിന്റെ ചൈതന്യത്തിലേക്ക് വളരണമെങ്കിൽ സ്നേഹത്തിൽ മാത്രമേ അവന് വളരാൻ പറ്റുള്ളൂ. വേറെ ഒന്നിലും വളരില്ല. പണത്തിൽ നീ വളരില്ല, കഴിവിൽ നീ വളരില്ല, അധികാരത്തിൽ നീ വളരില്ല, സമ്പന്നതയിൽ നീ വളരില്ല, ഒരു ശ്രേഷ്ഠതയിൽ നീ വളരില്ല. വളരുന്ന ഒരേ ഒരു ഭാഗം സ്നേഹത്തിൽ മാത്രമേ. അവന്റെ മുറിവുകൾ നമ്മുടെ മുറിവുകളെ ഉണക്കും. ആ സ്നേഹം പകർന്ന ശരീരം നിത്യജീവന്റെ ആഹാരമാകും. ആ സ്നേഹം പകരുന്ന ശരീരത്തിലെ രക്തം പുതിയ നിയമത്തിന്റെ ജീവന്റെ രക്തമായി മാറും. അവനെ തൂക്കിയ കഴുമരം രക്ഷയുടെ അടയാളമായി. യേശുവിന്റെ സ്നേഹത്തെ പകർന്ന വിശുദ്ധന്മാരെ നോക്കി നമ്മൾ പാടി, മസിഹായെ കാണാൻ കാംക്ഷിച്ചൊരു സഹോദരർ വാളാൽ ചിറകുകൾ കൊണ്ട് ഉന്നത പദമേറി. അവർക്ക് ഭാഗ്യം നബിയർക്കും ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം സഹോദരർക്കും. പുനരുത്ഥാനദിനെ ഇത് പാടിയ നമ്മളോട് ചോദ്യം, അടുത്ത തലമുറയ്ക്ക് ഈ യേശുവിന്റെ സ്നേഹം പകരാൻ നീ എന്ത്? സ്നേഹമുള്ളവരെ, ദൈവമായ കർത്താവ് തൻ്റെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിൻ്റെ ആഗ്രഹം തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തന്നിലേക്ക് വളർന്ന് എത്തിച്ചേരണം എന്നുള്ളതായിരുന്നു. ആദമിനെ ഒരു ശിശുവിനെ പോലെ അല്ല ദൈവം ജനിപ്പിച്ചത്. ആദമിനെ ഒരു വളർന്ന മനുഷ്യനെ പോലെയാണ് ദൈവം സൃഷ്ടിച്ചത്. ഹവ്വ ഒരു ശിശുവിനെ പോലെ ആയിരുന്നില്ല, ഒരു വളർന്ന സ്ത്രീയെ പോലെയാണ്. ഒരു വളർന്ന പുരുഷനും ഒരു വളർന്ന സ്ത്രീയും. ഇനി അവർ എങ്ങോട്ടാണ് വളരേണ്ടത്? ഇനി ആദമിൻ്റെ ശരീരമല്ല വളരേണ്ടത്, ഇനി ആദമിൻ്റെ മനസ്സല്ല വളരേണ്ടത്. ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ ആ ശിശുവിൻ്റെ വളർച്ച നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ശരീരം വളരുന്നതും അതിൻ്റെ മനസ്സ് വളരുന്നതും കാണുമ്പോഴാണ് ഒരു ശിശു വളരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു വ്യക്തിയുടെ ശരീരം മാത്രം വളരുകയും മനസ്സ് വളരാതിരിക്കുകയും ചെയ്താൽ നമ്മളതിൻ്റെ മാനസിക വളർച്ചയിൽ കുറവുള്ളവരെ കാണുന്നു. എന്നാൽ ശരീരവും മനസ്സും ഒരുപോലെ വളരുമ്പോഴാണ് അവർ പാകതയും പക്വതയുമുള്ളവരെ തീരുന്നത്. ഏദൻ തോട്ടത്തിൽ 6-ാം ദിവസത്തെ അവസാനത്തെ സൃഷ്ടിയായ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യൻ എങ്ങോട്ട് വളരണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. ഞാനിന്ന് ഈ ഒരു ഭാഗമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദമിനെയും ഹവ്വയെയും എന്തായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. കാലാകാലം ആദമ ഹവ്വ ഇങ്ങനെ നിൽക്കണം എന്നല്ലല്ലോ. ആദമ ഹവ്വയും വളരേണ്ട ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഹിതം. ആദമിനെയും ഹവ്വയെയും കുറിച്ച് സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ ആ പദ്ധതി തന്നെയാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുമുള്ളത്. ആദമിനെയും ഹവ്വയെയും ഏത് നിലയിൽ നിന്ന് ഏത് നിലയിലേക്ക് ഉയർത്തണമെന്നാണോ സ്വർഗം ആഗ്രഹിച്ചത്, അത് തന്നെയാണ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കർത്താവിനുള്ളത്. എന്നാൽ ആദമിന് ആ അനുഭവത്തിലേക്ക് വളരാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ ആദം തോറ്റുപോയതുകൊണ്ട് വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഇതാ ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം ഞാൻ തിന്നാൻ കൊടുക്കും. പരാജയപ്പെട്ടു പോയതുകൊണ്ട് ഈ ജീവവൃക്ഷത്തിന്റെ ഫലത്തിൽ എത്തിച്ചേരാൻ ആദമിന് സാധിച്ചില്ല, ആദ്യ മനുഷ്യന് സാധിച്ചില്ല. പിന്നെ ആരാണ് എത്തിയതെന്ന് ചോദിച്ചാൽ ആദം വീണെടുത്ത്, ഒന്നുകൂടി, ഒന്നാം ആദം വീണെടുത്ത് സ്വർഗത്തിലെ ദൈവം കന്യകമറിയാമിന്റെ ഉദരത്തിൽ വചനമായി അവതരിച്ച് 2-ാം ആദം ജനിച്ചു. ശിശു വളർന്നു, ജ്ഞാനം കൊണ്ട് നിറഞ്ഞു, ദൈവകൃപ അവന്റെ മേലുണ്ടായിരുന്നു. 33-ാമത്തെ വയസ്സിൽ ആ വളർച്ച പൂർത്തിയായി. ഇപ്പൊ ദീർഘകാലം ജീവിച്ചിരിക്കുമ്പോഴല്ല ഈ വളർച്ച പൂർത്തിയാകുന്നത്. യേശു ക്രിസ്തുവിലാണ് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടത്. ആയതുകൊണ്ട് നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്?
യിരെമ്യാ പ്രവചനത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു ശുഭമായ പദ്ധതിയുണ്ട്, ഒരു പദ്ധതിയുണ്ട്, നിനക്ക് ശുഭമായ ഭാവി. അതെന്താണ്? നിന്നെ യേശുവിനെ പോലെ ആക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം. എന്നെ യേശുവിനെ പോലെ ആക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നെ ദൈവ പൈതലാക്കുക എന്നുള്ളതാണ്, എന്നെ ദൈവത്തിൻ്റെ മകനും മകളുമാക്കുക എന്നുള്ളതാണ്. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യൻസ് 6 അവസാന വാക്ക്, 1 കൊരിന്ത്യൻസ് 7 1 തിരുവചനം. അങ്ങനെ നാം ദൈവത്തിൻ്റെ മക്കളായി തീരുന്നു, പുത്രന്മാരും പുത്രിമാരും എന്ന് നാം വിളിക്കപ്പെടുന്നു. നാം ദൈവ പൈതലായി തീരുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എങ്ങനെ? യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഈ കഴിവ് കിട്ടി. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മളോട് പറഞ്ഞു, പിതാവിൻ്റെ സ്വർഗീയ പദ്ധതിയിലേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ അവിടുത്തെ വചനം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഇനി ഓർക്കുക, എന്തുകൊണ്ടാണ് ആദം വീണത്? എന്തുകൊണ്ടാണ് ആദം വീണു പോയത്? ഒറ്റ കാര്യമുള്ളൂ. ദൈവം ആദമിനോട് പറഞ്ഞു, ആദം, ഞാൻ നിന്നെക്കുറിച്ച് നനച്ചിരിക്കുന്ന പദ്ധതിയുടെ ആ പൂർണ്ണതയിലേക്ക് വളരാൻ, ഒന്നോടെ ശ്രദ്ധിച്ച് കേൾക്കുക, ആദാമേ, നീ ആ പൂർണ്ണതയിലേക്ക് വളരാൻ ആവശ്യമായ ഒരു സാഹചര്യം നിനക്ക് തരാൻ പോവുകയാണ്. ഈ ഒരൊറ്റ സാഹചര്യത്തിൽ മാത്രമേ നീ വളരൂ, മറ്റൊന്നിൽ നീ വളരില്ല. എന്നോട് തെളിച്ച് പറയാം, ആദമേ, നീ വളരാനുള്ളൊരു ക്രമീകരണം ഞാൻ ചെയ്യുകയാണ്. ഇതിൽ മാത്രമേ നീ വളരൂ, മറ്റൊന്നിലും നീ വളരില്ല. ആദമും ഹവ്വയും ഇങ്ങനെ കാതോർത്തു, ഏതിലായിരിക്കും വളരുന്നത്? അപ്പോൾ ദൈവം പറയാണ്, തോട്ടത്തിലുള്ള സകല വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾക്ക് തിന്നാം, നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നാൽ. ഒറ്റ വചനം. ഈ വചനത്തിന്റെ അർത്ഥം എന്തെന്നറിയോ? ദൈവത്തിന്റെ സ്നേഹം ആദമിലേക്ക് ഒഴുകുവാനുള്ള സംരക്ഷണ കൂടാണ് ആദിയിൽ ഏദൻ തോട്ടത്തിൽ ദൈവം പകർന്ന ഈ ദൈവീക വചനം. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യൻ സ്നേഹത്തിൽ വളരാൻ, മനുഷ്യൻ സ്നേഹത്തിൽ വളരാൻ ഒരു കൽപ്പന കൊടുത്തു. ഒറ്റ കൽപ്പന. ഏദൻ തോട്ടത്തിലെ മനുഷ്യന് ഒരേ ഒരു കൽപ്പന പാലിച്ചാൽ മതി, അവൻ സ്നേഹത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. അവരാ കൽപ്പന പാലിക്കുമ്പോൾ നിങ്ങൾ ആദമിനെ ഹവ്വയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആദം പറഞ്ഞൊരു വാക്കിന്റെ ചൂട് ഹവ്വയുടെ നെഞ്ചിൽ നിന്ന് മാറിയിട്ടില്ല. അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്റെ മാംസം. ആദമും ഹവ്വയും തമ്മിലുള്ള പ്രണയത്തിന്റെ ചൂട് ആ വീടിനകത്ത് നിരന്തരം നിൽക്കുകയാണ്. ഇടയ്ക്ക് വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാകാം, പക്ഷെ ഈ സ്നേഹത്തിന്റെ ചൂട്, ആദം ഹവ്വയെ കാണുന്നത്, ഹവ്വ ആദത്തെ കാണുന്നത്, ഈ സ്നേഹച്ചൂട് ആ വീടിന് ചുറ്റും ഇറങ്ങാൻ തുടങ്ങി. ആ പ്രകൃതി മുഴുവൻ ആദമിനോട് ഹവ്വയോട് എന്ത് സ്നേഹത്തിലാണെന്നറിയോ? മൃഗങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നില്ല, പ്രതിസന്ധികളില്ല. ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ ദൈവം നിരന്തരം ഇറങ്ങി വന്ന് ദൈവവും മനുഷ്യനും കൂടെ ഉലാത്തുന്ന സ്ഥലമായി മാറി. കാരണം ആ ഭവനം ദൈവസ്നേഹമെന്ന കൽപ്പന പാലിച്ച് ദൈവസ്നേഹത്തിന്റെ സംരക്ഷണയിലാണ്. ആ ഭാഗം കഴിഞ്ഞു. നമുക്കറിയാം, ബാക്കി നമുക്ക് വിശദീകരിക്കേണ്ടതില്ല. പിശാച് ഈ സ്നേഹത്തിൽ മനുഷ്യൻ വളരുന്നത് കണ്ടപ്പോൾ ഇവനെ തകർക്കാൻ സ്വാർത്ഥ സ്നേഹം മനുഷ്യന്റെ തലക്കകത്തേക്ക് ഇട്ടുകൊടുത്തു. മനുഷ്യൻ കൽപ്പന ലംഘിച്ചു, ആദ്യ മനുഷ്യൻ വീണു. പിന്നീട് മനുഷ്യൻ ഈ സ്നേഹത്തിൽ നിന്ന് വീണു പോകാതിരിക്കാൻ ഇന്നലെ അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ വലിയൊരു ഗോപുരം ഉണ്ടാക്കി, ബാബേൽ ഗോപുരം. പരസ്പരം പറയുന്നത് എന്താണെന്ന് മനുഷ്യർക്ക് മനസ്സിലായില്ല. എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ ഭാഷ കലങ്ങി, ഇതേ വീണ്ടും അത് തകർന്നു. സ്നേഹത്തിൽ ഇവർക്ക് വളരാൻ കഴിയുന്നില്ല. ഓരോ ഇസ്രായേൽക്കാരന്റെയും ഇപ്പോഴത്തെ അവസ്ഥ, ജീവിതത്തെ ഒരു ബാബിലോണിനായി ജനിച്ച മതിയായിരുന്നു. ഒരു ഫറവോയുടെ രാജ്യത്തിൽ ഈ വൈക്കോല് ശേഖരിച്ച് ഇഷ്ടിക ചുട്ട് ഫറവോന്റെ കങ്കാണികളുടെ കുത്തും മടിയും പരിഹാസവും ഏറ്റവും മടുത്തു. ഓരോരുത്തരും മടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവമായ കർത്താവ് നിലവിളിക്കുന്ന ജനത്തിന്റെ ശബ്ദം കേട്ട് മോശയെ കൊണ്ടുവന്നു. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ വീണ്ടും ഇതാ തൻ്റെ സ്നേഹ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായി. മറ്റൊരു ഭാഷയിൽ വിശദീകരിച്ചെന്ന് മാത്രം, തേനും പാലും ഒഴുകുന്ന, ഇങ്ങോട്ട് പറ, കാനാൻ ദേശം. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം ദൈവസ്നേഹത്തിലേക്ക് വീണ്ടും അവർ വളർത്താൻ കൊണ്ടുപോയി. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. ആദിയിൽ ഒരു കൽപ്പനയാണ് കൊടുത്തതെങ്കിൽ ഏദൻ തോട്ടത്തിലേക്ക് വരുന്ന മനുഷ്യൻ വീണു പോകാതിരിക്കാൻ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവം ഇസ്രായേൽ ജനത്തിന് ചുറ്റും 10 കൽപ്പനകൾ കെട്ടി. ഇപ്പോൾ ഒരു ഇസ്രായേൽക്കാരൻ ദൈവസ്നേഹത്തിൽ വളരണമെങ്കിൽ അവന് ചുറ്റും ശക്തമായ 10 കൽപ്പനകളുണ്ട്. റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ റോഡിന്റെ പാലം കണ്ടിട്ടുണ്ട് അല്ലേ? പാലത്തിന് ചുറ്റും കൈവരികൾ കണ്ടിട്ടുണ്ട്. കൈവരികൾ. ഈ കൈവരി എന്തിനാ ഇത്രയും ശക്തമായിട്ട് കെട്ടിയേക്കുന്നത്?
ഏ പാലത്തിൻ്റെ എഡ്ജറിയാൻ 2 റിബൺ കെട്ടിയ പോരെ? ഇല്ല. ഏതെങ്കിലും അശ്രദ്ധമായിട്ട് വാഹനമോ വ്യക്തിയോ അശ്രദ്ധമായിട്ടെങ്ങാനും വന്നാൽ തട്ടി വീണ് പാലത്തിന് താഴെ പോയി അപകടം സംഭവിക്കരുത്. അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാൻ പാലം പോലെ തന്നെ ദൃഢമായ വേലിയും കെട്ടിയതിന് എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേൽക്കാരൻ തൻ്റെ അശ്രദ്ധ കൊണ്ട് പാപത്തിൽ വീണു പോകാതിരിപ്പാൻ ശക്തമായ 10 കൽപ്പനകൾ കെട്ടി. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം, മാതാപിതാക്കന്മാരെ എങ്ങനെ സ്നേഹിക്കണം, സഹോദരങ്ങളെ എങ്ങനെ സ്നേഹിക്കണം, കൽപ്പന എങ്ങനെ പാലിക്കണം, മനസ്സെങ്ങനെ കൊണ്ടുനടക്കണം, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, 10 കൽപ്പനകൾ കെട്ടി. ഇപ്പോൾ ഇസ്രായേൽക്കാരൻ കൽപ്പനകളിലൂടെ സ്നേഹത്തിലേക്ക് വളരാൻ ശ്രമിക്കുകയാണ്. നിർഭാഗ്യവശാൽ പഴയ നിയമത്തിലെ ഓരോ മനുഷ്യനും കൽപ്പനകൾ പാലിക്കാൻ കഴിയാതെ പാപബോധം ഉള്ളിൽ കയറി വിഷമിച്ച് ഇതിന് പലപ്പോഴും ചില ലൂപ്പ് ഹോൾ ഉണ്ടാക്കി. ഇപ്പോൾ ഇസ്രായേൽക്കാരൻ മാലാഖി പ്രവചനം എത്തുമ്പോഴേക്കും, എന്നെ ശ്രദ്ധിക്കുക, മാലാഖി പ്രവചനം എത്തുമ്പോഴേക്കും ഒരു ഇസ്രായേൽക്കാരന് ദൈവസ്നേഹത്തിൽ വളരണമെങ്കിൽ 662 കൽപ്പനകൾ പാലിക്കണം. എത്ര? അവർക്ക് പറഞ്ഞേ. മാലാഖി പ്രവചനം എത്തുമ്പോൾ നമ്മൾ കാണുകയാണ് 10 കൽപ്പനകൾ വ്യാഖ്യാനിച്ച് 662 കൽപ്പനകളായി. അത്രയും കൽപ്പനകളുടെ ഉള്ളിലാണ് ഇപ്പോൾ ഇസ്രായേൽക്കാരൻ കിടക്കുന്നത്. നിയമങ്ങൾ കൂടുന്നുണ്ട്, അതനുസരിച്ച് വ്യാഖ്യാനങ്ങൾ കൂടുന്നുണ്ട്, പിന്നെ അടുത്ത നിയമം ഉണ്ടാക്കി വെക്കും, പാലിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവത്തിന് മനസ്സിലായി ഈ മനുഷ്യൻ ഈ കൽപ്പനകൾ പാലിക്കാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു മനോഹരമായ ഒരു വചനം പറഞ്ഞത്. നിയമവും പ്രവചനങ്ങളും എല്ലാം യോഹന്നാൻ വരെയായിരുന്നു. അതുവരെ എല്ലാവരും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ബലം പ്രയോഗിച്ച് ഇത് ഞാൻ പാലിക്കും, അത് ഞാൻ പാലിക്കും, ഇങ്ങനെ ഞാൻ ചെയ്യും, അങ്ങനെ ഞാൻ ചെയ്യും. യോഹന്നാന്റെ കാലത്തോടെ കഴിഞ്ഞത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നു. ഈ 662 കൽപ്പനകളെ തൻ്റെ സ്നേഹ സംഭാഷണത്തിലൂടെ 2 കൽപ്പനകളാക്കി വെട്ടിച്ചുരുക്കി. ഏതൊക്കെ? വേഗം പറ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. രണ്ടാമത്തെ, ഇതിനകത്ത് സകല നിയമവും പ്രവചനങ്ങളും അടങ്ങിയിരിക്കുന്നു. നിന്റെ ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ സഹോദരനെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനയിൽ മുഴുവൻ നിയമങ്ങളും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. 662 കൽപ്പന 2 കൽപ്പനയാക്കി സ്വർഗത്തിലെ ദൈവം ചുരുക്കി. ഇനി ആരെങ്കിലും യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 662 കൽപ്പനയുടെ ഭാണ്ഡക്കെട്ട് അഴിക്കേണ്ട, 2 കൽപ്പന പാലിച്ചാൽ മതി. നീ ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ സഹജീവിയെ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ ഇതാ ഇതിന് വലിയൊരു മാറ്റം പിന്നെയും വന്നു. തൻ്റെ അന്ത്യത്താഴ നാളിൽ സെഖിയോൻ ഊട്ടുശാലയിൽ തൻ്റെ അപ്പോസ്തലന്മാരെ കൂട്ടിച്ചേർത്തു. ആരൊക്കെയുണ്ടെന്നറിയോ? ചതിക്കുന്നവൻ, വഞ്ചിക്കുന്നവൻ, തള്ളിപ്പറയുന്നവൻ, ഉപേക്ഷിച്ചു പോകുന്നവൻ, എല്ലാ തരത്തിലുള്ള അപ്പോസ്തല ഗണത്തിൽപ്പെട്ട 12 കൂട്ടി അവരുടെ കാൽപാദങ്ങളെ കഴുകി തുടച്ച് ചുംബിച്ച് ഉമ്മവെച്ച് തൻ്റെ ശരീരം അവരുടെ മുമ്പിൽ ഇങ്ങനെ കീറി മുറിക്കുമ്പോൾ 12 അപ്പോസ്തലന്മാരോട് മാത്രമായിട്ട് അവിടുന്ന് ഒരു സ്വർഗീയ സന്ദേശത്തിന്റെ രഹസ്യം പറഞ്ഞു കൊടുത്തു. ഞാനിതാ നിങ്ങൾക്കൊരു പുതിയ 2 കൽപ്പനകൾ ഒറ്റ കൽപ്പനയാക്കി മാറ്റി. ഞാനിതാ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന തരുന്നു. 662 കൽപ്പനകൾ കേട്ടുപഴകിയ സ്ലീഹന്മാരുടെ കാതുകൾ സാഗൂതം ഇങ്ങനെ ശ്രദ്ധിച്ചു. ഏതാണപ്പ ആ പുതിയ കൽപ്പന? അവരങ്ങനെ കാതോർത്തിരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാണ് ആ പുതിയ കൽപ്പന. അവരിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തമ്മിൽ അവർക്ക് പറ. കേട്ടപ്പോൾ തന്നെ അവർ ചിരിച്ചു. ഇതാണോ പുതിയ കൽപ്പന? ഇത് ഞങ്ങൾ എത്ര കേട്ടിരിക്കുന്നു. സ്നേഹിക്കുക എന്നുള്ളത് പണ്ട് തൊട്ടേ കേട്ടതാണ്. ഇതിലെന്ത് പുതുമയാണുള്ളത്? എന്ത് പുതുമയാണുള്ളത്? പുതിയത് എന്ന് പറഞ്ഞാൽ പുതിയതല്ലേ വേണ്ടത്? ഈ പഴയ കൽപ്പനയാണോ ഞങ്ങളോട് പറഞ്ഞത്? അവരിങ്ങനെ ഒരുപക്ഷെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊട്ടു താഴെ ഈ വാക്യത്തെ പുതിയതാക്കിക്കൊണ്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ തരുന്ന പുതിയ കൽപ്പന ഇങ്ങനെയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ. ഇങ്ങനെ അന്തം വിട്ട് അതിലെന്ത് പുതുമയാണെന്ന് അപ്പോസ്തലന്മാർ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ ഇതുവരെ അവർ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. എങ്ങനെയാണ് സ്നേഹിച്ചത്? അവർക്ക് അന്നത് മനസ്സിലായില്ല. എന്നാൽ അവൻ്റെ മരണം കഴിഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായി. അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള യൂദ ചതിക്കണം, വഞ്ചിക്കണം, ഒറ്റിക്കൊടുക്കണമെന്ന ബോധ്യത്തോടുകൂടി ആ ഗത്സമന തോട്ടത്തിൽ അവനെ വന്ന് കെട്ടിപ്പിടിച്ച് ഗുരോ എന്ന് വിളിച്ചപ്പോൾ ചതിയനാണെന്നും വഞ്ചകനാണെന്നും ഒറ്റുകാരനാണെന്ന് അറിഞ്ഞിട്ടും അവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, സ്നേഹിത എന്നാണ് വിളിച്ചത്. അല്ലേ? സ്നേഹിത എന്നാണ് വിളിച്ചത്. പത്രോസിനെ സ്നേഹം കൊണ്ടാണ് നോക്കിയത്. അവൻ്റെ ചതഞ്ഞ കണ്ടുകൊണ്ട് പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ നിന്ന് പത്രോസിനെ നോക്കിയത് പറ്റിച്ചല്ലേ എന്നർത്ഥത്തിലല്ല, വീണുപോയല്ലേ.
വലയും വഞ്ചിയും എടുത്തുകൊണ്ട് ഞങ്ങൾ ഇനി പഴയ പരിപാടിക്ക് പോകുകയാണെന്ന് പറഞ്ഞ് തിരിച്ചോടി അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക്. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അവൻ വന്നത്. അവൻ സ്നേഹമാണ് എന്നവർക്ക് മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ അവർ ആ കാൽവറിയെ കുറിച്ച് പിന്നീട് ഓർത്തു. കാൽവറിയിലെ അവസാനത്തെ തുള്ളി രക്തം അവന്റെ ശരീരത്തിൽ നിറ്റ് വീണ് കഴിഞ്ഞപ്പോൾ പിന്നെ വന്നത് മാംസത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തിന്റെ അംശം. അതിങ്ങനെ ഒന്ന് പിഴിഞ്ഞിട്ട് മിശിഹായുടെ മാംസരക്തങ്ങൾ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞിട്ട് അതൊന്ന് തൊട്ടി നോക്കിയാൽ അതിനൊരൊറ്റ രുചിയുള്ളൂ, സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഈ സ്വർഗീയ സ്നേഹമായി കൂട്ടിയിടിച്ചൊരു മനുഷ്യനുണ്ട്, പൗലോസ് എന്ന് പറയുന്ന കപ്പൽ മുതലാളിയുടെ മകനായ ധനാഢ്യനായ ആ പരീശ പ്രമാണി തൻ്റെ ബോധ്യങ്ങളുമായിട്ട് സഞ്ചരിക്കുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശുക്രിസ്തു എന്ന സ്നേഹ കപ്പലുമായി കൂട്ടിയിടിച്ചു. അവിടെ വെച്ച് പൗലോസ് മാനസാന്തരപ്പെട്ടു. ആ പൗലോസ് പറഞ്ഞൊരു വചനം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി ബാക്കി വായിക്കുക. 1 കൊരിന്ത്യൻസ് 12 അധ്യായം 31 തിരുവചനം. 1 കൊരിന്ത്യൻസ് 12 അധ്യായം 31 തിരുവചനം. എന്നാൽ ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അഭിലഷിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കൊരിന്ത്യ സഭയോട് വിളിച്ചു പറയുകയാണ്, അല്ല തൂത്തൂട്ടിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമ്മളോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുവീൻ. എന്താഗ്രഹിക്കണം? ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി അഭിലഷിക്കുവീൻ. എന്തിനു വേണ്ടി? അച്ചിരി കട്ടിയുള്ള വാക്കാ. എന്തിനു വേണ്ടി? സഹോദര സഹോദരി, നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നീ സ്വർഗത്തിലെ ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ നീ ആഗ്രഹിച്ച് അഭിലഷിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഉത്കൃഷ്ടമായ ദാനത്തിന് വേണ്ടി അഭിലഷിക്കുവീൻ. വേറൊന്നിനും വേണ്ടിയല്ല. ശരീരത്തിന്റെ സൗഖ്യത്തിനും ലോകത്തിന്റെ നേട്ടത്തിനും താൽക്കാലിക പണത്തിനേക്കാൾ ഉപരി ഏറ്റവും ഉത്കൃഷ്ടമായ ദാനത്തിന് വേണ്ടി നീ അഭിലഷിക്കുവീൻ. അല്ല, അതെന്താണ് ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം? എന്താണ് ഈ സർവോത്കൃഷ്ടമായ ദാനം? ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം ഏതാണ്? വായിക്കുക. 1 കൊരിന്ത്യൻസ് 13 അധ്യായം 13 തിരുവചനം. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ്, ഉറക്കെ പറഞ്ഞേ, ഇച്ചിരി ഉറക്കെ പറഞ്ഞേ, ഏറ്റവും സർവോത്കൃഷ്ടം എന്ന് പറയുന്നത് സ്നേഹമാണ്. 14 അധ്യായം 1 തിരുവചനം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഞാനിതിൻ്റെ അടുത്ത ഭാഗം കൂടെ ഇങ്ങനെ പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഒരു വ്യക്തി ആത്മാവിൽ വളരണമെങ്കിൽ സ്നേഹത്തിൽ മാത്രമേ വളരുള്ളൂ. ഇതാണ് ഈ പുസ്തകം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. ഈ ഭൂമിയിൽ ഒരു ഭക്തൻ വളരണമെങ്കിൽ, ദൈവത്തിൻ്റെ ചൈതന്യത്തിലേക്ക് വളരണമെങ്കിൽ സ്നേഹത്തിൽ മാത്രമേ അവന് വളരാൻ പറ്റുള്ളൂ. വേറെ ഒന്നിലും വളരില്ല. പണത്തിൽ നീ വളരില്ല, കഴിവിൽ നീ വളരില്ല, അധികാരത്തിൽ നീ വളരില്ല, സമ്പന്നതയിൽ നീ വളരില്ല, ഒരു ശ്രേഷ്ഠതയിൽ നീ വളരില്ല. വളരുന്ന ഒരേ ഒരു ഭാഗം സ്നേഹത്തിൽ മാത്രമേ നമ്മൾ വളരുള്ളൂ. അതുകൊണ്ടാണ് എവിടെ സ്നേഹം നഷ്ടപ്പെടുന്നുവോ അവിടെ വളർച്ച തീരും ക്രിസ്ത്യാനിയുടെ. ഈ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ പത്രോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തു എന്ന സ്വർഗീയ സ്നേഹത്തിൽ ജീവിച്ചതുകൊണ്ട് തലകീഴായി ക്രൂശിച്ചു. ഈ സ്നേഹത്തെ പ്രഘോഷിച്ചുകൊണ്ട് മത്തായിയെ വെട്ടിക്കൊന്നു, തോമാസ് ലീഹായെ കുന്തമെറിഞ്ഞു കൊന്നു, പീലിപ്പോസിനെ കുരിശിൽ തറച്ചു കൊന്നു, യോഹന്നാൻ മരിക്കാത്തതുകൊണ്ട് തിളച്ച എണ്ണയിലിട്ടിട്ട് മരിക്കാത്തത് കൊണ്ട് പത്മസിലേക്ക് നാടുകടത്തി. തീർന്നോ? യേശു ക്രിസ്തുവിന്റെ സ്വർഗീയ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അതിനെ അനുഭവിച്ച വ്യക്തികളുടെ ശരീരത്തിൽ നിന്ന് നെറുകന്തല തൊട്ട് ഉള്ളംകാൽ വരെ ഇങ്ങനെ പുറംതൊലി വലിച്ചു പൊളിച്ചടിച്ചിട്ട് കോഴിയെ പൊളിച്ചിടുന്ന പോലെ പൊളിച്ചിട്ടിട്ട് തിളച്ച എണ്ണയ്ക്കകത്തിട്ട് കൊന്നു. എന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു, സഭയെ വളർത്തരുത്, ആ നസ്രായന്റെ നാമം ഉപയോഗിക്കരുത്. അവർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ കൊന്നാലും ഞങ്ങൾക്ക് എങ്ങനെ യേശുവിനെ കളയാൻ പറ്റും? അവൻ മുഴുവൻ സ്നേഹമാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതിനേക്കാൾ ഭയങ്കരമായ പീഡകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ സർക്കസ് കൂടാരത്തിൽ ഇങ്ങനെ കൊണ്ടു നിർത്തി ഒരു കുന്തത്തിൽ കുത്തി നിർത്തിയിട്ട് എണ്ണത്തുണി ശരീരത്തിൽ കത്തിച്ചിട്ട് ചുറ്റിയിട്ട് തീ കത്തിച്ചു. ക്രിസ്ത്യാനിയുടെ ആർത്ത നിലവിളി കേട്ടപ്പോൾ റോമാക്കാർ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സ്നേഹമാണ് പിന്നെയും. നിങ്ങൾ ഈ ഗൂഗിൾ എടുത്തിട്ട് ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്തീയ പീഡയെക്കുറിച്ച് വെറുതെ ഒന്ന് നോക്കണം. എൻ്റെ കണ്ണ് നിറയിപ്പിച്ചൊരു ഭാഗമുണ്ട് അതിനകത്ത്. ക്രൈസ്തവർ എന്നിട്ടും യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞ് പാപം ഉപേക്ഷിച്ചിട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ സഭ വളരുന്നു. 120 പേരിൽ നിന്ന് 3000, 5000 അനുദിനം ഇത് പെരുകുകയാണ്. നിങ്ങൾക്കറിയുമോ, ആദിമ നൂറ്റാണ്ടുകളിൽ
അതിഭയങ്കരമായ നിലവിളികൾ വീടുകളിൽ ഉയർന്നു. അപ്പോൾ ജീവനോടിരിക്കുന്നവർ ഗുഹയ്ക്കകത്ത് കയറിയിരുന്നു. എന്നിട്ട് സ്വർഗത്തിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, തീരുമെന്ന് ഞങ്ങൾക്കറിയാം ഈ താൽക്കാലിക പീഡ, ഇതെല്ലാം ഞങ്ങൾക്ക് വളമാണ്. അപ്പോൾ ചിലർ ചോദിച്ചു, അല്ല ഞങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ മരിച്ചു പോയല്ലോ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് വല്ല പ്രത്യാശയുണ്ടോ? സുവിശേഷം എഴുതിയ മർക്കോസ്, യോഹന്നാൻ, ഓരോരുത്തരും തീർന്നല്ലോ. അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? പാതിമസഭ പാട്ടുപാടി പ്രാർത്ഥിച്ചു. എനിക്ക് പാട്ടറിയാൻ മേല, അറിയുന്നവർ കൂടെ പാടണം. എത്ര സുന്ദരമായി പാടിയെന്നറിയോ? ക്രൂശിന്മേൽ തലചായിച്ചോൻ വലഭാഗത്തായി. അവർ പറഞ്ഞു കൊടുക്കുകയാണ്. മുടിമുടയുന്നതു കണ്ടപ്പോൾ സഹദേന്മാർ നിങ്ങൾ. അവരെന്താ ഇത്? നാനാവിധ യാതനയെയും കുസിയിടാതെ. ഒരു യാതനയും കുസിയില്ല, സ്നേഹത്തിൽ വളരാൻ. ഗളരുതിരത്താൽ, ഗളം കഴുത്ത്, രുതിരം രക്തം, ഗളരുതിരത്താൽ ധവളിമയംഗങ്ങൾക്കായി നൽകി പീഡകളെ വെന്നിഹ മശിഹായെ പ്രാപിച്ചോർ ധന്യന്മാർ നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, അവർ ചേർന്ന് പാടാൻ തുടങ്ങി. ഈ സ്നേഹം വ്യാപരിച്ചു. 11 അപ്പോസ്തലന്മാരിൽ ആരംഭിച്ച ഈ സ്വർഗീയ സ്നേഹം വൻകരകൾ മാറി മാറി ഒഴുകാൻ തുടങ്ങി. എങ്ങനെയെന്നറിയോ? വടികൊണ്ടും വാളുകൊണ്ടുമല്ല ഈ സ്നേഹം വ്യാപരിച്ചത്, ജീവൻ കൊടുത്തു. അനേകർ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരെ ജീവിച്ചു. ചോദ്യം, ഈ ക്രിസ്തുവിനെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ഇന്ന് ദൈവം തെരഞ്ഞെടുത്തത് നമ്മളെയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവൻ കൊടുത്തും ജീവിതം കൊടുത്തും യേശുവിൻ്റെ സ്നേഹത്തെ പകർന്ന വിശുദ്ധന്മാരെ നോക്കി നമ്മൾ പാടി, മശിഹായെ കാണാൻ കാംക്ഷിച്ചൊരു സഹദർ വാളാൽ ചിറകുകൾ കൊണ്ട് ഉന്നത പദമേറി. അവർക്ക് ഭാഗ്യം നബിയർക്കും ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം സഹദർക്കും പുനരുത്ഥാനദിനെ. ഇത് പാടിയ നമ്മളോട് ചോദ്യം, അടുത്ത തലമുറയ്ക്ക് ഈ യേശുവിൻ്റെ സ്നേഹം പകരാൻ നീ എന്തു കൊടുക്കും? അല്ല, നീ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നത് എന്തിനാണ്? ഈ ഭൂമിയിലെ കുറെ കാര്യങ്ങൾ നേടാനോ, അതോ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം അടുത്ത തലമുറയിലേക്ക് പകരാനോ? പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സ്നേഹം അടുത്ത തലമുറയിലേക്ക് പകരാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ വളർന്നേ പറ്റൂ. വളരണമെങ്കിൽ എന്തിലേ വളരൂ? അവർക്ക് പറ, സ്നേഹത്തിലേ വളരൂ. സ്നേഹമില്ലാതെ ക്രൈസ്തവന് വളരാൻ പറ്റില്ല. അല്ല, എന്തുവാ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ? അപ്പം നമുക്ക് വളരണമെങ്കിൽ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിലേ വളരാൻ പറ്റൂ. അടുത്തത്, നാം ദൈവസ്നേഹത്തിൽ വളരണമെങ്കിൽ അതിനാവശ്യമായ സാഹചര്യവും ദൈവം നമുക്ക് തരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നെ എൻ്റെ അപ്പനും അമ്മയും ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്. മോനെ, നീ അനങ്ങണ്ട, നീ പിടിക്കണ്ട, നീ ഇങ്ങനെ തന്നെ നിന്നോന്ന് പറഞ്ഞ് എന്നെ കയ്യും അനക്കൂല, കാലും അനക്കൂല. എനിക്കിങ്ങനെ അപ്പനും അമ്മയും കൂടെ ആഹാരം വാരിത്തരും. എന്നെ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട്, അയ്യോ അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണ്ട. എൻ്റെ ശരീരം ഇങ്ങനെ വളരുമായിരിക്കും, പക്ഷെ ഒരു ബലം ഉണ്ടാവില്ല. ബലം ഉണ്ടാവുമോ? നിങ്ങൾ നോക്കി, എൻ്റെ കൈയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു മസിലൊക്കെ ഉരുണ്ട് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്? പ്രതികൂല സാഹചര്യങ്ങളോട് എൻ്റെ ശരീരം പ്രതികരിക്കുന്നത് കൊണ്ട് എൻ്റെ ശരീരത്തിന് ആരോഗ്യമുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളോട് എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ പ്രതികരിക്കുന്നില്ല എങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ട് എന്നെ ഇങ്ങനെ കാണിക്കും ഇല്ലേ? കാരണം എന്തിനാണ്? എൻ്റെ ശരീരത്തിന് ബലം വേണം. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ആത്മീക സ്നേഹത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ, ഒന്നുകൂടി, ദൈവകൃപയിലേക്ക് വളരാൻ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ, ഒന്നുകൂടെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ദൈവകൃപയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, ദൈവസ്നേഹത്തിൽ രുചിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുക്കും. ആഗ്രഹിച്ചാൽ തെരഞ്ഞെടുക്കും. സക്കായി യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. യേശു അവൻ്റെ വീട്ടിലേക്ക് പോയി. ആഗ്രഹിച്ചാൽ അവൻ തെരഞ്ഞെടുക്കും. യോഹന്നാൻ 15:16, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ. ഉള്ളിലൊരാഗ്രഹം വന്നാൽ ദൈവം തെരഞ്ഞെടുക്കും. അതുകൊണ്ട് ഈ കൺവെൻഷൻ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഓർക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരണമെന്ന് നീ ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്ന നിമിഷം ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുമെന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷെ ഒരു കാര്യം, നാം സ്നേഹത്തിലാണ് വളരുന്നതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുക്കും. നാം ദൈവസ്നേഹത്തിലാണ് വളരുന്നത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുക്കും. എങ്ങനെയെന്നറിയോ? ഒന്നാമത്തത് നാം ദൈവകൃപയിലാണ് വളരുന്നത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ദൈവം ആദ്യം ചെയ്യുന്ന കാര്യം, നമുക്ക് ചുറ്റും നമ്മളെ എതിർക്കുന്നവരെയും ഉപദ്രവിക്കുന്നവരെയും ദൈവം കൊണ്ട് നിർത്തും.
നമ്മളെ എതിർക്കുന്നവരെയും ഉപദ്രവിക്കുന്നവരെയും പരിഹസിക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും നമുക്ക് ചുറ്റും ദൈവം കൊണ്ട് നിർത്തും. എന്നിട്ട് ദൈവം പറയും, എൻ്റെ ഈ മകൻ, എൻ്റെ ഈ മകൾ സ്നേഹത്തിൽ വളരുന്നത് കണ്ടോ? ചോദ്യം: നമ്മളെ ഉപദ്രവിക്കുന്നവരെയും നമ്മളെ എതിർക്കുന്നവരെയും പരിഹസിക്കുന്നവരെയും നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയാൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? എന്നൊക്കെ പറഞ്ഞേ, എങ്ങനെ പ്രതികരിക്കും? നമ്മളെ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്, അല്ലേ? ഒന്നാലോചിച്ച് നോക്കിയേ. നമ്മളെ ഇങ്ങോട്ട് സ്നേഹിച്ച് ലാളിച്ച് പാലിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് സ്നേഹിക്കാൻ എന്ത് എളുപ്പമാണ്. സ്നേഹിക്കുന്നവരെ ചതിക്കുന്നുണ്ട്, അത് പൈശാചികമാണ്. സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നത് വലിയ പുണ്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവിൽ ലൂക്കോസ് പറഞ്ഞതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 32 മുതലുള്ള തിരുവചനം: നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുന്നുള്ളത് വലിയ അഭിമാനമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുകയാണോ? എന്നെ കേൾക്ക്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിച്ചിട്ട് നിങ്ങൾ സ്നേഹത്തിലെ വളരണേ എന്ന് പറഞ്ഞ് ജീവിക്കുകയാണോ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ തിരിച്ച് നന്മ ചെയ്തു, എന്നിട്ട് നിങ്ങൾ പുണ്യവാന്മാരാന്ന് പറഞ്ഞ് ജീവിക്കുകയാണോ? അതിലെന്ത് മേന്മയാണുള്ളത്? പാപികൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ വായ്പ കൊടുത്തിട്ട് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ വായ്പ കൊടുത്തിട്ട് വലിയ കേമമാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണോ? ഒരു മേന്മയുമില്ല. പാപികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദൈവവൈതലിൻ്റെ വ്യത്യാസം എന്താണ്? ദൈവവൈതലിൻ്റെ വ്യത്യാസം പറയുകയാണ്: എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മത്തായിയുടെ സുവിശേഷം 5:44, എല്ലാവർക്കും അറിയുന്ന വചനമാണ്. സ്നേഹത്തിൽ വളരുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ആദ്യത്തെ അടയാളം: ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവീൻ. ബാക്കി പറയാം. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. സ്നേഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. സ്നേഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതെ സ്നേഹിക്കുന്ന സ്നേഹം കപട സ്നേഹമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എന്താ ഗുണം? ഗുണമില്ലാതെ കർത്താവ് ഒരു കാര്യം പറയില്ല. എന്താ ഗുണം? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മിണ്ടിയല്ലാത്ത സ്വർഗസ്ഥനായ പിതാവിൻ്റെ അപ്പൊ ദൈവ പൈതലാകാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ദൈവം കൊണ്ടുവെക്കുകയാണ്. ഉപദ്രവിക്കുന്നവരെയും എതിർക്കുന്നവരെയും ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കും. എന്നിട്ട് നമ്മളോട് ചോദിക്കും, എൻ്റെ മകനോ മകളോ ആണോ? ആദ്യത്തെ അടയാളം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്താൽ നിങ്ങൾ ദൈവമക്കളായി തീരും. മക്കളായാൽ എന്താ ഗുണം? മക്കളെങ്കിൽ ഒന്നുറക്കെ പറ. മക്കളെങ്കിൽ എന്തിൻ്റെ? 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 മക്കളെങ്കിൽ അവകാശികൾ. എന്തിൻ്റെ? 1 പത്രോസ് 3:9 അനുഗ്രഹം അവകാശമാക്കിയ ജനമാണ് നാം. ഇഹത്തിലും പരത്തിലും നാം അനുഗ്രഹിക്കുന്നവരാകും. ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളിനെ എടുത്തു നോക്കുക. കഷ്ടതയും ഞെരുക്കവും പ്രയാസവും ഉണ്ടെങ്കിലും മേഘത്തണൽ പോലെ ദൈവാനുഗ്രഹം അവരുടെ കുടുംബത്തിലുണ്ടാകും. ദീപസ്തംഭം പോലെ ദൈവപ്രകാശം അവരുടെ ഭവനത്തിലുണ്ടാകും. അനുഗ്രഹം അവകാശമാക്കിയ മക്കളാകുന്നതിന് ഒന്നാമത്തെ കാര്യം, ഉപദ്രവിക്കുന്നവരെയും ശത്രുക്കളെയും ഓർത്ത് പ്രാർത്ഥിച്ച് സ്നേഹിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു ഭാഗം കേട്ടിട്ടുണ്ട്. നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ, അതോ നിങ്ങളോട് ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ, എങ്ങനെയാണെന്നറിയാമല്ലോ, എന്താണ്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ അതാണോ? അതോ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ, അങ്ങനെയാണോ? നിങ്ങളോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ വഴിപാട് ബലിപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പോയിട്ട് രമ്യപ്പെട്ടുകൊള്ളുക. ചോദ്യം: ഗാഗുൽത്താ മലയുടെ ഉന്നതങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ പിതാവിന് സുഗന്ധവാസനയാകുന്ന സ്വർഗീയ ബലിയായി തീരുമ്പോൾ ക്രിസ്തുവിനോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടായിരുന്നോ? ക്രിസ്തുവിനോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടായിരുന്നോ? വിരോധം ഉണ്ടായിരുന്നോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, അല്ല ഈ ആണിയൊന്ന് മാറ്റിക്കുകയും ഞാൻ അവരോട് ആ ഹന്നാവിനോട് ആ കയ്യാഫിനോട് പോയിട്ട് ഒരു സോറി പറഞ്ഞിട്ട് വരട്ടെ. അങ്ങനെ പറഞ്ഞോ? ഞാനൊരു പ്രായോഗികത പറയാം. ഈ ഭൂമിയിൽ പലരും നമ്മളെ വെറുക്കും. ഈ ഭൂമിയിൽ പലരും ചിലപ്പോൾ നമ്മളോട് മിണ്ടാതിരിക്കും, നമ്മളെ ദൂഷിക്കും, നമ്മളെ ഒറ്റപ്പെടുത്തും. എല്ലാവരോടും ചെന്ന് കയ്യും കാലും പിടിച്ച് സോറി പറഞ്ഞ് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ നമ്മൾ യേശുവിലേക്ക് നോക്കുക. ക്രിസ്തുവിനോട് വെറുപ്പുള്ള ബഹുഭൂരിപക്ഷം കാൽവറിയുടെ ചോട്ടിലുണ്ടായിരുന്നു. എന്നാൽ
അവൻ്റെ ഹൃദയത്തിനകത്ത് ആരോടെങ്കിലും കയ്പുണ്ടായിരുന്നോ? ഉറക്കെ പറ. ഏതെങ്കിലും വെറുപ്പുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? അതാണ് ദൈവപുത്രൻ്റെ പ്രത്യേകത. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇത് ദൈവം നമ്മുടെ വീട്ടിൽ വിതയ്ക്കും. സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ മരുമക്കൾ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ പറഞ്ഞെന്ന് വരാം, അമ്മാവിയമ്മ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം, അയൽവാസി പറഞ്ഞെന്ന് വരാം, സഹോദരൻ പറഞ്ഞെന്ന് വരാം, വീട്ടുകാർ പറഞ്ഞെന്ന് വരാം, പ്രിയപ്പെട്ടവർ പറഞ്ഞെന്ന് വരാം, ഓഫീസിലുള്ളവർ പറഞ്ഞെന്ന് വരാം, എതിർപ്പും ശത്രുതയും നിന്നെന്ന് വരാം. സോറി പറഞ്ഞ് നിങ്ങൾ മടുത്തിട്ടുണ്ടാകും. ഞാൻ നിങ്ങളോട് പറയാം, അവരെ ഓർത്ത് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിപ്പീൻ. മാറ്റം ആദ്യം വരുന്നത് നമുക്കായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ ആദ്യം ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഞാൻ പറഞ്ഞതല്ല. ഇയ്യോബ് 42:10. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരെ അനുഗ്രഹിച്ചെന്നല്ല, അപ്പോൾ ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ചു, അവനെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. ഞാനതുകൊണ്ട് ഈ പ്രസംഗത്തിൻ്റെ 1-ാം ഭാഗം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ വചനം നമ്മളെ ചതിക്കില്ല, വഞ്ചിക്കില്ല, പറ്റിക്കില്ല. നിന്റെ മനസ്സിനകത്ത് ഹൃദയത്തിലേക്ക് വെറുപ്പും വിദ്വേഷവും ഓർമ്മയിലേക്ക് കൊണ്ടുതരുന്ന, നിന്നെ ദുരുപയോഗം ചെയ്ത, നിന്നെ ചതിച്ച, നിന്നെ വഞ്ചിച്ച, പണം വാങ്ങി തരാതിരുന്ന, നിന്നെ ഉപദ്രവിച്ച, നിന്റെ ജീവിതത്തിൻ്റെ കഷ്ടതയ്ക്ക് കാരണമായ ആ വ്യക്തിയെ ദൈവം നിന്റെ മുമ്പിൽ കൊണ്ടു തന്നത്, നിന്റെ സ്നേഹം വെളിപ്പെട്ട് നീ ഒരു ദൈവ പൈതലായി അനുഗ്രഹിക്കപ്പെടുന്നത് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം നിനക്ക് തന്ന അവസരമാണ്. ഒന്ന്, വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവുമുള്ള വ്യക്തികളെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയത് നമ്മളൊരു അനുഗ്രഹമാണെന്ന് ഈ ലോകത്തെ കാണിച്ചു കൊടുക്കാനാണ്. രണ്ട് കുറച്ചും കൂടെ മനോഹരമാണ്. നമുക്കൊരു ഉപകാരവും ഇല്ലാത്ത, എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, നമുക്കൊരു ഉപകാരവും ഇല്ലാത്ത, നമുക്കൊരു കടപ്പാടും ഇല്ലാത്ത വ്യക്തികളെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തും. നമുക്കൊരു ഉപകാരവും ഇല്ല, നമുക്കൊരു കടപ്പാടും ഇല്ലാത്ത വ്യക്തികളെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറയും, നിന്റെ സ്നേഹം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഒത്തിരി ഉദാഹരണം ബൈബിളിലുണ്ട്. എളുപ്പത്തിലുള്ള ഒരു ഉദാഹരണം പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം, നല്ല സമരിയക്കാരൻ്റെ കഥ. അതറിയാത്ത ആൾക്കാരുണ്ടോ? ഇല്ല. നല്ല സമരിയക്കാരൻ്റെ കഥ. നല്ല സമരിയക്കാരൻ്റെ കഥയിൽ ഇങ്ങനെയാണ്. അത് ഗംഭീരമായ ധ്യാനമാണ്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരീഹോയിലേക്ക് പോയി. അത് തന്നെ ധ്യാനിച്ചാൽ നമുക്ക് ഈ സന്ധ്യയ്ക്ക് ധ്യാനിക്കാനുണ്ട്. യെരൂശലേം എന്ന ദൈവാനുഭവത്തിൽ നിന്ന് ശപിക്കപ്പെട്ട എരീഹോയിലേക്ക് ആരും പോകരുത്. അഥവാ പോയാൽ ആദ്യത്തെ അടയാളം വസ്ത്രം നഷ്ടപ്പെടും. കൃപാവസ്ത്രം പോകും. ആരുടെ കൃപ പോകുന്നോ അവൻ മുറിവേറ്റുകൊണ്ടേ ഇരിക്കും. ആന്തരികമായി മുറിവേറ്റ് ജീവിക്കുന്നവരുടെ അർത്ഥം കൃപ പോയെന്നാണ്. ഈ മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരീഹോയിലേക്ക് പോയി, അവൻ്റെ കൃപ പോയി. അവൻ അർദ്ധപ്രാണനായി മുറിവേറ്റ് കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആ മനുഷ്യനെ ഓർക്കുക. എരീഹോയുടെ ആ റോഡരികിൽ, എൻ്റെ ഒപ്പം വന്നം കേട്ടോ, എരീഹോയുടെ റോഡരികിൽ അർദ്ധപ്രാണൻ എന്ന് പറഞ്ഞാൽ 50-50 ചാൻസാണ്. അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. ചതഞ്ഞ് ബോധരഹിതന്, ചെറിയ ബോധമുണ്ട്, ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അയാളുടെ മനസ്സ് പറഞ്ഞു, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് എന്നെ ഒരു ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ. അയാളിങ്ങനെ ആലോചിച്ച് ഇടയ്ക്കിടയ്ക്കും അബോധാവസ്ഥയിലേക്ക് വീണു പോകും. പിന്നെ കണ്ണു തുറക്കും, അയ്യോ ഞാൻ ഇവിടെയാണല്ലോ, രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്, ആരും എന്നെ രക്ഷിക്കാനില്ല. അങ്ങനെ നോക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിനകത്തേക്ക് സന്തോഷത്തിൻ്റെ തരികളെ വിതറിക്കൊണ്ട് ഇതാ ഒരു മനുഷ്യൻ നടന്നു വരുന്നു. അയാളിങ്ങനെ സൂക്ഷിച്ചു നോക്കി, ആരാണ് ഈ വരുന്നത്? അങ്ങനെ നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി, പരിചയമുള്ള മുഖമാണല്ലോ. നന്നായി ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, വരുന്നത് എൻ്റെ പള്ളിയിലെ വികാരി അച്ഛനാണ്. എൻ്റെ പള്ളിയിലെ അച്ഛനാണ്. എൻ്റെ പള്ളിയിലെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്ത് നല്ല അച്ഛനാണെന്നറിയോ? അച്ഛൻ്റെ ഏവെങ്കിലും പ്രസംഗ സ്നേഹത്തെക്കുറിച്ചാണ്, കരുതലിനെ കുറിച്ചാണ്. അച്ഛൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ നിറകുടമായിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ആളാണ്. അയാളിങ്ങനെ കാത്തിരുന്നു. അടുത്തേക്ക് ഇങ്ങനെ വന്നു. അച്ഛൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. ഇടവക്കാരനാണല്ലോ കിടക്കുന്നത്. ഒന്നോടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അച്ഛന് മനസ്സിലായി, ഈ കടപ്പ് അത്ര പന്തിയുള്ള കടപ്പല്ല. അച്ഛൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരൊറ്റ പോക്ക് പോയി. തൊട്ട് നോക്കിയില്ല അച്ഛൻ. എന്തുകൊണ്ട്? പല കാരണങ്ങളുണ്ടാകാം. ഒരു പ്രധാനപ്പെട്ട കാരണം കേട്ടുകൊള്ളുക. ഇപ്പോൾ യഹൂദ പുരോഹിതനായ അച്ഛൻ വിചാരിച്ചു, ഞാനെങ്ങാനും ചെന്ന് ഈ മനുഷ്യനെ തൊട്ട് കഴിഞ്ഞാൽ അവനെങ്ങാനും മരിച്ചു പോയാൽ സാധ്യതയുണ്ട്. മരിച്ചാൽ മൃതദേഹത്തെ തൊട്ട് കഴിഞ്ഞാൽ 7 ദിവസം ക്വാറന്റൈൻ. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണം, അശുദ്ധനാണ്. മൃതദേഹത്തെ തൊട്ടാൽ 7 ദിവസത്തേക്ക് അശുദ്ധനാണ്. 7 ദിവസത്തേക്ക് എന്നെ വീട്ടിലിരുത്തി കഴിഞ്ഞാൽ പള്ളിയിൽ തവണ മുടങ്ങും. തവണ മുടങ്ങിയാൽ 7 ദിവസത്തെ നേർച്ച കാഴ്ച കിട്ടില്ല, ബലിപീഠത്തിലെ മാംസം കിട്ടില്ല, ശമ്പളം കിട്ടില്ല. അയ്യോ, ഇവന് ജീവൻ നഷ്ടമാകും. ഞാനെങ്ങാനും ഇവനെ തൊട്ടാൽ എനിക്ക് സമ്പത്ത് നഷ്ടമാകും, എനിക്കെൻ്റെ സൗകര്യങ്ങൾ നഷ്ടമാകും. ഇവനെ തൊട്ടാൽ എനിക്ക് നഷ്ടം വരും. എന്താ പുരോഹിതൻ ചിന്തിച്ചിട്ടുണ്ടാവുക? ഒന്ന് പറപ്പാ. ഇവനെ സഹായിച്ചാൽ എനിക്ക് നഷ്ടം, ഞാൻ ഇവനെ സ്നേഹിച്ചാൽ എനിക്ക് നഷ്ടം. ഈ ചിന്ത തലയ്ക്കകത്തുള്ളതുകൊണ്ട് അയാളുടെ വഴിയെ പോയി.
തൊട്ട് പുറകെ ആരാ വന്നത്? ഇങ്ങോട്ട് പറ. ലേവ്യൻ എന്ന് വെച്ചാൽ ശുശ്രൂഷകൻ, കപ്പ്യാരച്ചൻ ശുശ്രൂഷകൻ വന്ന് പുള്ളി ഇങ്ങനെ നോക്കി, അയ്യോ ഞാനെങ്ങാനും ഇയാളെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകണം, അപ്പോഴത്തേക്ക് അവിടെ കമ്മിറ്റിക്കാർ കൂടി കപ്പ്യാര് സമയത്ത് വന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ പണി പോകും, എനിക്ക് നഷ്ടം ഇവനെ തൊട്ടാൽ, അല്ലേ? ഇവനെ തൊട്ടാൽ എനിക്ക് നഷ്ടം. അച്ഛനും തൊട്ടില്ല, ശുശ്രൂഷകനും തൊട്ടില്ല. ഇനി ആരാ വന്നേ? ശരി, ഇനി ആരാ വരേണ്ടത്? അച്ഛൻ വന്നു, ശുശ്രൂഷക്കാരൻ വന്നു, ഇനി ആരാ വരേണ്ടത്? ഇടവകക്കാരൻ വരണം. അതിലാരൊക്കെയുണ്ട്? ട്രസ്റ്റി വന്നം, സെക്രട്ടറി വന്നം, കമ്മിറ്റിക്കാരൻ വന്നം, വനിതാ സമാജത്തിൻ്റെ സെക്രട്ടറി വന്നം, കുടുംബയോഗത്തിൻ്റെ കോർഡിനേറ്റർ വരണം. പിന്നെയോ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകൻ വന്നം, മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ വന്നം, കൗൺസിലർ വരണം. എല്ലാവരും വരണം. ആരെങ്കിലും വന്നോ? യേശു പറഞ്ഞ കഥയിൽ വേറെ ആരെങ്കിലും ഉൾപ്പെടുത്തിയോ? എന്താ കാരണം? അച്ഛനും കപ്പ്യാരും ഇങ്ങനെയാണെങ്കിൽ ബാക്കിയൊക്കെ അതിൻ്റെ ബെറ്റർ ആയിരിക്കില്ല. ഏറ്റവും ബെസ്റ്റ് സാധനങ്ങളാണ് അവിടെ കൊണ്ടുവച്ചേക്കണേ. അതിൻ്റെ സ്വഭാവം തന്നെ ഇങ്ങനെയാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ വിചാരിച്ചു, ഇവനെ തൊട്ടാൽ ഞങ്ങൾക്ക് നഷ്ടം. അവർ തൊട്ടില്ല. പ്രിയപ്പെട്ടവരെ, അടുത്തത് കേൾക്കുക. ഇനി വന്നത് ആരെന്നറിയോ? ഒരു സമരിയാക്കാരൻ. സമരിയാക്കാരൻ എന്ന് പറഞ്ഞാൽ യഹൂദൻ, അശുദ്ധനായ മനുഷ്യൻ. സമരിയാക്കാരൻ തൊട്ടാൽ യഹൂദന് അയിത്തമാണ്. തളർന്നു കിടക്കുന്ന മനുഷ്യൻ ഇങ്ങനെ നോക്കി, അച്ഛനും തൊട്ടില്ല, കപ്പ്യാരും തൊട്ടില്ല. ഇനിയിപ്പോൾ ആരായിരിക്കും വരാനുള്ളത്? ദാ വരുന്ന ഒരാൾ. അയാൾ കണ്ണടച്ച് വരുന്ന സമരിയാക്കാരൻ. അവന് ഞാൻ ശത്രുവാണ്, അവൻ എന്നെ തൊടില്ല. കണ്ടാൽ തന്നെ ആ കഴുതയെ കൊണ്ടൊരു തൊഴിയും കൂടെ തെളിച്ച് പോകാനാണ് സാധ്യത. അയാളിങ്ങനെ കടന്നു. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. സമരിയക്കാരൻ അവിടെ വന്നു, ഈ ഞരക്കം കണ്ട് നോക്കി, ഇതേ ഒരു മനുഷ്യൻ കിടക്കുന്നു, ഇവനെ തൊട്ടാൽ എനിക്ക് നഷ്ടം. അയാളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. എൻ്റെ വഴി നഷ്ടം, സമയം നഷ്ടം, കാശ് നഷ്ടം. രണ്ടാമത്തത് ഒന്നാമത്തെ ചിന്ത എങ്ങനെയാണ്? ഇവനെ തൊട്ടാൽ എനിക്ക് നഷ്ടം. അയാൾ ഇങ്ങനെയും കൂടെ ചിന്തിച്ചു, ഞാൻ ഇവനെ തൊട്ടാൽ എനിക്ക് നഷ്ടം, ഞാൻ ഇവനെ തൊട്ടില്ല എങ്കിൽ ഇവന്. ഇതെത്ര പേർക്ക് ഇത് മനസ്സിലായി? ഞാൻ ഇവനെ സ്നേഹിച്ചാൽ എനിക്ക് നഷ്ടം, ഞാനെങ്ങാനും ഇവനെ സ്നേഹിച്ചില്ലെങ്കിൽ ഇവൻ എന്തു വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെടും, മക്കൾക്ക് പപ്പ നഷ്ടപ്പെടും, മാതാപിതാക്കന്മാർക്കൊരു മകൻ നഷ്ടപ്പെടും, നാട്ടുകാർക്കൊരു അയൽവാസി നഷ്ടപ്പെടും, ഇടവകയിൽ ഒരു ഇടവക്കാരൻ നഷ്ടപ്പെടും, ഇവനൊരു ജീവിതം നഷ്ടപ്പെടും. അയ്യോ, എനിക്കാകെ നഷ്ടം 2 ദിനാറ. ഇവൻ്റെ നഷ്ടം താങ്ങാൻ പറ്റാത്ത നഷ്ടം, തിരുത്താൻ പറ്റാത്ത നഷ്ടം. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ ഇവൻ്റെ നഷ്ടം മാറ്റി കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ പേരാണ് സ്നേഹത്തിൻ്റെ കാഴ്ച. ഇയാളെടുത്തു, സത്രത്തിൽ കൊണ്ടുപോയി. ഇയാൾ ഈ വ്യക്തിയെ സത്രത്തിൽ കൊണ്ടുപോയി. എന്നിട്ട് സത്രക്കാരനോട് പറഞ്ഞു, ഞാൻ പോയിട്ട് തിരിച്ചു വരാം. എപ്പോഴാണ് പറഞ്ഞെന്നറിയോ? അടുത്ത ദിവസം. എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? അന്ന് അവിടെ കൂടി, അവൻ്റെ അടുത്ത് അന്ന് കിടന്നു, പിറ്റേ ദിവസം അവൻ്റെ ആവശ്യത്തിന് പോയി. ഇയാൾക്ക് വല്ല കാര്യമുള്ള കാര്യമാണോ? യേശു പറഞ്ഞു, ആ നല്ല സമരിയക്കാരനാണ് ഞാൻ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി, ഇപ്പോൾ നീ ഒന്ന് ക്ഷമിച്ചാൽ, നീ ഒന്ന് താന്നു കൊടുത്താൽ നിൻ്റെ കുടുംബം നന്നാകുമെങ്കിൽ, സഹോദര, നിൻ്റെ ആ മദ്യപാനം ഒന്ന് നിർത്തിയാൽ നിൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ നഷ്ടം തികത്താൻ പറ്റുമെങ്കിൽ, നിൻ്റെ ആ മുൻസാഠ്യവും കോപവും ഒന്ന് നിർത്തിയാൽ നിൻ്റെ കുടുംബത്തിലൊരു സമാധാനം വരുമെങ്കിൽ, അതാണ് സ്നേഹം. ഞാൻ എൻ്റെ ഈ സംഭവം ഒന്ന് ബലി കഴിച്ചാൽ, എൻ്റെ താല്പര്യം ഒന്ന് മാറ്റിയാൽ ഇവൻ്റെ ജീവിതത്തിൽ മാറ്റം വരും, എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ മാറ്റം വരും, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ മാറ്റം വരും. ഞാൻ ഈ ലഹരി ഉപേക്ഷിച്ചാൽ, ഞാൻ ഈ സാഠ്യം ഉപേക്ഷിച്ചാൽ, ഞാൻ ഈ വെറുപ്പ് ഉപേക്ഷിച്ചാൽ. എത്ര നാളായി മരുമക്കളോടൊന്ന് മര്യാദയ്ക്ക് വേണ്ടിയിട്ട്? ശരിയാ, എല്ലാ ഞായറാഴ്ചയും ധ്യാനത്തിന് വരുന്നുണ്ട്, ധ്യാനം പുലരിക്കൊക്കെ കൂടുന്നുണ്ട്. മരുമക്കളോട് മര്യാദയ്ക്ക് വേണ്ടിയിട്ട് എത്ര നാളായി മാതാപിതാക്കന്മാരോട്, അമ്മായപ്പനോട്, അമ്മായിയമ്മയോട് സ്നേഹത്തോടെ ഒന്ന് പെരുമാറിയിട്ട്? അല്ല, എത്ര നാളായി ഈ പുതിയ യുഗത്തിൽ ജീവിക്കുന്നത്? തൊട്ടടുത്ത് കിടക്കുന്ന അയൽവാസിയോട് പണ്ടത്തെ കാര്യത്തിൻ്റെ വെറുപ്പും വെച്ചുകൊണ്ട് ജീവിക്കല്ലേ? ഒന്ന് വിട്ട് കളഞ്ഞിട്ടൊന്ന് ജീവിച്ചെത്ര? ഒരു മാറ്റം വന്നാൽ അതിൻ്റെ പേരാണ് ഒരു ഉപകാരമില്ലാത്തവരെ. അല്ല, അവരെ സ്നേഹിച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ എന്ത് കിട്ടാനാ? നിനക്ക് ഈ ഭൂമിയിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. പക്ഷെ ദൈവ പൈതൽ എന്ന നിലയിലേക്ക് നീ ഉയർത്തപ്പെടും. മൂന്നാമത്തതാണ് ബഹുരസം. അതെങ്ങനെയെന്നറിയോ? മൂന്നാമത് ദൈവം, ഒന്ന് ദൈവം നമ്മളെ ഉപദ്രവിക്കുന്നവരെ, ശത്രുക്കളെ നമ്മുടെ ഇടയിൽ കൊണ്ട് നിർത്തും. 2, നമുക്ക് ഒരു ഉപകാരം ഇല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ട് തരും. അവിടെ സ്നേഹം വിളമ്പുന്നുണ്ടോ നോക്കാൻ. 3 എങ്ങനെയെന്നറിയോ?
മൂന്നാമത്തത് ഇവിടെ ഇരിക്കുന്ന 99.9% ആളുകളും അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സഹായവും ഉപകാരം ചെയ്തു കൊടുത്ത ആൾക്കാർ നമുക്കിട്ട് തിരിച്ചിട്ട് പണിയും. അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? നമ്മൾ അങ്ങോട്ട് സഹായിച്ചിട്ട് ഇങ്ങോട്ട് പണിത ചില ജീവിതങ്ങൾ, അത് ദൈവം പറഞ്ഞിട്ട് തരുന്നതാണെന്ന് മനസ്സിലാക്കണം. നീ ഉപകാരം ചെയ്തിട്ട് നിന്നെ ഉപദ്രവിച്ച ആളുകളില്ലേ, അവരെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ചെറിയവർ. എൻ്റെ അർത്ഥം എന്താണ്? വളരേണ്ട ആളുകൾ. വളർന്നിട്ടില്ല. ഇപ്പം കയ്യിൽ കാശുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അവരുടെ മനസ്സങ്ങ് വളർന്നിട്ടില്ല. നാളെ വളർന്നോളൂ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് 2-3 കുട്ടികളോട് ഭയങ്കര വിഷമം തോന്നിയിരുന്നു. എനിക്ക് മനസ്സിലായി നിങ്ങൾ വളരും, നാളെ കുറച്ച് കഴിയുമ്പോൾ അത് നിങ്ങൾ കൊടുത്തോളും. അപ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, എടാ നീ ഉദ്ദേശിച്ച് നടന്നോ? ശരിയാ, ഞാനിങ്ങനെ ഇവരോട് ചോദിച്ച് കിട്ടിയില്ലെങ്കിലും അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങളിൽ ചില സഹായം കിട്ടി, ഈ കുഞ്ഞുങ്ങളുടെ പഠനം നടന്നു. അപ്പോൾ ദൈവം ക്രമീകരിച്ചു. പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇനി ഇതിൻ്റെ അവസാന ഭാഗം പറഞ്ഞ് ഞാൻ തീർത്താം. സ്നേഹത്തിൽ വളർന്നില്ലെങ്കിൽ ഇനി എന്താ പറ്റുക? അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. വളർന്നില്ലെങ്കിൽ 1, ശരീരം രോഗാതുരമാകും. ദൈവസ്നേഹത്തിൽ നമ്മൾ വളർന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം കേടാകും. വെറുപ്പും വിദ്വേഷവും വൈരാഗ്യം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കിടന്നാൽ അത്തരത്തിലുള്ള ഹോർമോണാണ് പ്രവർത്തിക്കുക. അതവിടെ കിടക്കട്ടെ. ശരീരം അങ്ങനെ രോഗാതുല്യമാകും. മനസ്സോ? അതാണ് പ്രധാനം. വെറുപ്പും വിദ്വേഷവും വൈരാഗ്യം കിടക്കുന്ന വ്യക്തി ആത്മീയനാണെങ്കിലും അവൻ്റെ മനസ്സ് ഭയം കൊണ്ട് നിറയും. ഒരു സംശയമില്ല. വലിയ പ്രാർത്ഥനാകാരനായിരിക്കും, വലിയ ആത്മീയനായിരിക്കും, അവൻ്റെ മനസ്സ് ഭയം കൊണ്ട് നിറയും. ഭയം കൊണ്ട് നിറഞ്ഞ മനസ്സിന് ധൈര്യം ഉണ്ടാവില്ല. ഭയം കൊണ്ട് നിറഞ്ഞ മനസ്സ് അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടും. കാരണം ഭയം സ്നേഹത്തിനെതിരാണ്. നമ്മുടെ വിചാരം ഭയത്തിൻ്റെ എതിര് ധൈര്യം എന്നുള്ളതാണ്. ബൈബിൾ പറയുന്നു ഭയത്തിൻ്റെ എതിര് സ്നേഹമാണ്. സ്നേഹത്തിൽ എല്ലാ ഭയവും മാറിപ്പോകും. പൂർണ്ണമായ സ്നേഹത്തിൽ ഭയം ഇല്ലാതായിത്തീരുന്നു. 1 യോഹന്നാൻ 4:18. മനസ്സിൽ ഭയം കയറും. ഭയം കയറിയാൽ അന്ധവിശ്വാസം തലയിൽ വരും. നിങ്ങൾ ഈ അന്ധവിശ്വാസികളായ ആളുകളെ നോക്കിക്കോ. അവരുടെ ഹൃദയത്തിനകത്ത് ആദ്യമുള്ളൊരു വികാരം ഭയമായിരിക്കും. പുറമെ വലിയ ആൾക്കാരും വലിയ ഭക്തന്മാരും ഒക്കെ ആയിരിക്കും, പക്ഷെ ഉള്ളിൽ ഭയം പോവില്ല. എവിടെയാണ് നമ്മുടെ ആത്മീയത? അന്ധവിശ്വാസം തലയ്ക്കകത്ത് കയറുന്നു. ഭയപ്പെട്ട മനുഷ്യൻ്റെ ഇരുട്ട് തലയിൽ കയറിയ മനുഷ്യർ അവിശ്വാസികളെ ജീവിക്കുകയാണ്, വിശ്വാസികളെ പോലെ. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിലേക്ക് തിരിച്ചു വരണം. ഈ സ്നേഹം എവിടെ നിന്ന് കിട്ടും? ശരി അച്ഛാ, ഞങ്ങൾ ഈ കൺവെൻഷൻ കൂടി ഞങ്ങൾ സ്നേഹത്തിൽ ജീവിക്കണമെന്നുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടും? ഒറ്റ സ്ഥലത്തെ കിട്ടുള്ളൂ. കാൽവറിയുടെ മഹോന്നതങ്ങളിലേക്ക് ചെല്ലുക. 3 കാര്യങ്ങൾ. നിനക്ക് ഈ സ്നേഹം വേണോ? ഈ സ്നേഹത്തിൽ വളരണമോ? ഉപദ്രവിക്കുന്നവരെ, എതിർക്കുന്നവരെ, നിനക്ക് ഒരു ഉപകാരം ചെയ്യാത്തവരെ, ഉപകാരം ചെയ്തിട്ട് ഉപദ്രവിച്ചവരെ, നിന്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം പകരുന്ന ശക്തി നിനക്ക് വേണമോ? അത് വിതരണം ചെയ്യുന്ന ഒരു പൊതു വിതരണ സ്ഥലമുണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അത് കാൽവറിയുടെ മഹോന്നതങ്ങളിലെ കുരിശിലേക്ക് നോക്കുക. യോഹന്നാൻ 7:37 വിളിച്ചു പറഞ്ഞത്, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരുവിൻ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാൾ ഞാൻ ഉപേക്ഷിക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ ഉറവ പൊട്ടി ഒഴുകും. ഇനി ആ ക്രൂശിലേക്ക് നോക്കുക. ആ ക്രൂശിലേക്ക് നോക്കിയാൽ വിതുമ്പെന്ന ചുണ്ടുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിതൻ്റെ അരികിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സ്നേഹം കിട്ടാൻ തുടങ്ങും. അവൻ്റെ മുറിവുകൾ നമ്മുടെ മുറിവുകളെ ഉണക്കും. ആ സ്നേഹം പകർന്ന ശരീരം നിത്യജീവൻ്റെ ആഹാരമാകും. ആ സ്നേഹം പകരുന്ന ശരീരത്തിലെ രക്തം പുതിയ നിയമത്തിൻ്റെ ജീവൻ്റെ രക്തമായി മാറും. അവനെ തൂക്കിയ കഴുമരം രക്ഷയുടെ അടയാളമായി മാറി. 1, ക്രൂശിൽ നിന്ന് സ്നേഹം പകരും. 2, ആരെയും വിധിക്കാതെ ജീവിക്കുക. ആരെയും വിധിക്കരുത്. ഇനി വിധിക്കണമോ? കരുണയോടെ വിധിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കുക, ആരെയും വിധിക്കരുത്. അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ് പറയാതിരുന്നു കൊള്ളുക. റോമ 2:1 മത്തായിയുടെ സുവിശേഷം 7:1 ആരെയും വിധിക്കാതിരിക്കുക. അഥവാ വിധിക്കണമെങ്കിൽ കരുണ കൊണ്ട് മാത്രം വിധിക്കുക. 3, തലയിൽ നിന്ന് അന്ധകാരം മാറ്റാൻ പ്രകാശത്തെ എടുത്തു വെക്കുക. വചനം, ദൈവവചനം സ്വീകരിക്കുക. വചനം വിശ്വസിക്കുക, സ്വീകരിക്കുക. ഈ വചനം നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവം ധൈര്യം നൽകാൻ തുടങ്ങും. അപ്പോസ്തലപ്രവൃത്തി 2:22 തൻ്റെ സാന്നിധ്യത്താൽ അവിടെ നിന്ന് സന്തോഷഭരിതനാകും. 26 എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് സ്തോത്രം ആലപിച്ചു, എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. ദൈവം കൂടെ ഉണ്ട് എന്ന ധൈര്യം അപ്പോസ്തലന്മാർക്ക് പകർന്ന വചനം ദൈവം പെട്ടെന്ന് എന്നെ അങ്ങ് വായിപ്പിച്ചു. എൻ്റെ ഹൃദയം ധൈര്യം കൊണ്ട് നിറഞ്ഞു. ഞാനിത് പറഞ്ഞത് വചനം നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചമായി മാറും. അവസാനിപ്പിക്കാം. ഞാൻ ഇത്രയേ പറഞ്ഞത്.
മനുഷ്യ നീ വളരണമെങ്കിൽ വളരുന്നത് യേശുവിലേക്കായിരിക്കണം. 1-ാം ആദമിന് വളരാൻ കഴിയാതിരുന്നത് 2-ാം ആദം വളർന്നു കാണിച്ചു. സ്നേഹത്തിലേ നമ്മൾ വളരുള്ളൂ. സ്നേഹത്തിൽ നമ്മൾ വളരാൻ അതിൻ്റെ അന്തരീക്ഷം ദൈവം ഒരുക്കും. എതിർക്കുന്നവരെ ഉപദ്രവിക്കുന്നവരെ നമ്മുടെ മുമ്പിൽ കൊണ്ടിടും. സ്നേഹിക്കാൻ സാധിച്ചാൽ നീ സ്നേഹത്തിൽ വളരുന്നതിൻ്റെ അടയാളമായി. നിനക്കൊരു ഉപകാരവും ഇല്ല എന്ന് നീ കരുതുന്ന ചില സാഹചര്യങ്ങൾ, നിന്റെ കുടുംബത്തിനകത്ത് നീ ഒരു വിട്ടുവീഴ്ച മനോഭാവം എടുത്താൽ നിന്റെ മേൽ അനുഗ്രഹം വരാൻ തുടങ്ങും. 3, നീ ഉപകാരം ചെയ്തിട്ട് ഉപദ്രവിച്ചവരെ അവർക്ക് വേണ്ടി നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ക്രൂശിതൻ്റെ സ്നേഹം കൊണ്ട് നീ നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടുന്നത് ഈ ലോകത്ത് സാക്ഷ്യമാക്കും. അതിനു വേണ്ട ശക്തി തരുന്ന ഒരേ ഒരു സ്ഥലം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം. ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നോക്കി ഈ സ്നേഹം വരും തലമുറയിലേക്ക് പകരാൻ, ഈ തലമുറയിൽ എന്നെ തിരഞ്ഞെടുത്ത ദൈവമേ, ഞാനിതാ നിന്നെ സ്തുതിക്കുന്നു. എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കാം.